ഹലോ, ഐ എം നാഫിയ ഫ്രം ജോയ്സ് പെർഫെക്റ്റ് അക്കാഡമി. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പാസ്റ്റിനെ കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. സിമ്പിൾ പാസ്റ്റ് ഒരു പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസും കഴിഞ്ഞു. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീൽ ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് അല്ലേ. ഞാൻ ടെൻസുകളുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു നമ്മൾക്ക് എന്തായിരുന്നു, 3 ടെൻസുകളുണ്ട്. ആ 3 ടെൻസിനും 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ടെൻസായ പാസ്റ്റ് ടെൻസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. The past perfect tense is used to show that an action was completed before another action or point in the past. പാസ്റ്റിലെ തന്നെ ഒരു പോയിന്റിൽ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുന്നേ ഓൾറെഡി ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ഫുൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ആക്ഷന് 2 ആക്ഷൻ, 2 പാസ്റ്റ് ആക്ഷൻസ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതായത് പാസ്റ്റിൽ തന്നെ ഒരു പോയിന്റിൽ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുന്നേ വേറൊരു ആക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് when it use, എപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക? 2 പാസ്റ്റ് ആക്ഷൻസ്. ഓക്കെ, 2 പാസ്റ്റ് ആക്ഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതിന് മുമ്പ് നമുക്ക് സ്ട്രക്ചർ ഒന്ന് നോക്കാം അല്ലേ. സ്ട്രക്ചർ എന്താണ്? നമ്മളുടെ എന്തിടണം? സബ്ജക്റ്റിനെ കൊടുക്കണം അല്ലേ. ഏതൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ എന്ത് തന്നെയാണ് കൊടുക്കുക? സബ്ജക്റ്റാണ് കൊടുക്കുക. പക്ഷേ ഇൻട്രോഗേറ്റീവിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ സബ്ജക്റ്റിനെ ഒന്ന് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് മാറ്റുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സബ്ജക്റ്റ് തന്നെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ഏതാണെന്ന് നോക്കുക, ഹാഡ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു ഇത് പറഞ്ഞിരുന്നു. പാസ്റ്റ് ടെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് ഓടി വരുന്നത് വാസ്, വെയർ, ഹാഡ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് ആണ് അല്ലേ. പക്ഷേ ചിലർക്കറിയില്ല ഈ വാസ്, വെയർ, ഹാഡൊക്കെ എവിടെയാണ്, ഏത് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ വാസ്, വെയർ എവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വാസും വെയറും യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വെർബ് ഹാഡ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ദാറ്റ് ഈസ് V3 ഫോം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ട് V1, V2, V3 എന്നൊക്കെ ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വെർബ് 1, വെർബ് 2, വെർബ് 3. ഓക്കെ, സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ വെർബിൻ്റെ V2 ഫോം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ്ലി വന്നപ്പോൾ വെർബിൻ്റെ ING ഫോം ആയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വെർബിൻ്റെ ING ഫോം ആയിരുന്നു ആവശ്യം. അതുകൊണ്ട് നമ്മൾ അതായിരുന്നു ആഡ് ചെയ്തിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഓൾറെഡി ഒരു ആക്ഷൻ കഴിഞ്ഞു പോയതാണല്ലോ. ആക്ഷൻ കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ആ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ദാറ്റ് ഈസ് V3 ഫോമിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ റെഗുലർ വേർബും ഇറഗുലർ വേർബും പറഞ്ഞു. റെഗുലർ വേർബ് ആണെങ്കിൽ ED ഫോമിലായിരിക്കും കൊടുക്കുക, ഇറഗുലർ ആണെങ്കിൽ ED ഫോം വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ദാറ്റ് ഈസ് V3 ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ സ്ട്രക്ചർ. ഓക്കെ, ഇത് നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസിലും ഇതേ സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. when it use ഞാൻ പറഞ്ഞു 2 പാസ്റ്റ് ആക്ഷൻ, 2 പാസ്റ്റ് ആക്ഷനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അതായത് 1 ഹാപ്പൻ ബിഫോർ ദ അനദർ, ഒന്ന് സംഭവിക്കുന്നതിന് മുന്നേ ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് 2 പാസ്റ്റ് ആക്ഷൻസ് എന്ന് ഉദ്ദേശിച്ചത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. I had eaten breakfast before I left the house. വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. ഓക്കെ, അവിടെ എന്താണ്? 2 പാസ്റ്റ് ആക്ഷൻ ഉണ്ട് അല്ലേ. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതിന് മുന്നേ ഇറങ്ങുക എന്നുള്ളൊരു പാസ്റ്റ് ആക്ഷൻ തന്നെയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എന്താണ്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ഒരു ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതാണ് 2 പാസ്റ്റ് ആക്ഷൻ എന്ന് ഉദ്ദേശിച്ചത്. ഇനി ഈ ഹാഡിന് പ്രത്യേകമായിട്ടൊരു ഇതില്ല. കാരണം കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ വാസും വെയറും 2 സിംഗുലർ നൗണിൻ്റെയും പ്ലൂരൽ നൗണിൻ്റെയും കൂടെ പോകുന്നത് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഹാഡിന് അങ്ങനെ പ്രത്യേകിച്ചില്ല.
ഹാഡ് എല്ലാവരുടെയും കൂടെ, ആര് വിളിച്ചാലും കൂടെ പോകുന്ന ആളാണ് നമ്മുടെ ഹാഡ് കേട്ടോ. പക്ഷേ വാസും വെയറൊന്നും അങ്ങനെയല്ല. വാസും വെയറും ഒരു പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ പോകത്തുള്ളൂ. പക്ഷേ ഹാഡിന് അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷനൊന്നുമില്ല. ഹാഡ് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ പോവും. ഐൻ്റെ കൂടെ പോവും, ഹീയുടെ കൂടെ പോവും, ഷീയുടെ കൂടെ പോവും, ഇറ്റിൻ്റെ കൂടെ പോവും. അതുപോലെ യു വിളിച്ചാലും പോവും, വി വിളിച്ചാലും പോവും, ദേ വിളിച്ചാലും പോവും. എല്ലാവരുടെയും കൂടെ പോകുന്ന ആളാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ഹാഡ് കേട്ടോ. അപ്പോൾ ഹാഡിന് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനൊന്നുമില്ല, എല്ലാവരും കൂടെ പോവും. അപ്പോൾ ഹാഡ്. ദെൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇനി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ് കേട്ടോ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണ്? ചിലവർക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഈ റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ചിലവർക്ക് ആ സമയത്ത് പോലും ക്ലിയർ ആവാത്തത് പിന്നീട് ഇതുപോലുള്ള ഓരോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിലൊക്കെ പഠിക്കുമ്പോഴാണ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക കേട്ടോ. അപ്പം ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്നുള്ളതിന് ചെറിയൊരു ബ്രീഫായിട്ടൊരു ഇത് പറയാം. അതായത് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്. ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ കാര്യം അവൾ അതുപോലെ തന്നെ, അതിപ്പോൾ മലയാളത്തിൽ നമ്മളൊരു ഫ്രേസ് യൂസ് ചെയ്യുമല്ലോ, വള്ളിപുള്ളി തെറ്റാതെ എന്ന് പറയുമല്ലോ. അവൻ പറഞ്ഞത് വള്ളിപുള്ളി തെറ്റാതെ അവൾ അനുസരിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലെങ്കിൽ അവൻ പറഞ്ഞത് വള്ളിപുള്ളി തെറ്റാതെ അവൾ എഴുതി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമല്ലോ. അപ്പം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ കാര്യം എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും വരുത്താതെ ഡബിൾ ഇൻവേർട്ടർ കോമയിലിട്ട് പറയുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാണ്, ഞാൻ ഇന്നലെ ദുൽഖർ സൽമാനെ കണ്ടു. ഓക്കെ, അപ്പോൾ ഞാൻ അവളോട് ദുൽഖർ സൽമാനെ കണ്ടു എന്ന് പറഞ്ഞത് അവൾ അങ്ങനെ തന്നെ അതെടുത്ത് കൊട്ടേഷൻ മാർക്കിലിട്ടിട്ട് എന്താണ്, അവൾ ദുൽഖർ സൽമാനെ കണ്ടു എന്നുള്ളത് അങ്ങനെ തന്നെ പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുക. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇത് തന്നെ, ഞാൻ ഇന്നലെ ദുൽഖർ സൽമാനെ കണ്ടു എന്നുള്ളത് അവളുടെ വേറൊരു ഫ്രണ്ടിനോട് പറയാണ്. അതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുക. ഞാൻ പറഞ്ഞ കാര്യം വേറൊരാൾ, എൻ്റെ ഫ്രണ്ട് തന്നെ അവളുടെ ഫ്രണ്ടിനോട് തിരിച്ചു പറയുന്നതിനെയാണ് ഈ ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിലപ്പോൾ നമുക്ക് കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യില്ല, അല്ലാതെ ടെൻസസിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പറയുമ്പോൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിട്ടായിരിക്കും അത് പറയുക. ഫോർ എക്സാമ്പിൾ നോക്കാം, ഹീ സെഡ് ഹി ഹാഡ് മെറ്റ് ഹർ ബിഫോർ. അവളെ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു എന്നായി. ഓക്കെ, അപ്പോൾ എന്തായി? റിപ്പോർട്ടഡ് സ്പീച്ചായി. ഓക്കെ, ഹി സെഡ് ഹി ഹാഡ് മെറ്റ് ഹർ ബിഫോർ. ഇവിടെ മെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വെർബിൻ്റെ V3 ഫോമായിട്ടാണ് കിടക്കുന്നത്. മീറ്റ്, മെറ്റ്, മെറ്റ്. ഓക്കെ, ഈ മീറ്റിൻ്റെ മെറ്റ് V2ഉം V3യും സെയിമാണ്. മീറ്റ്, മെറ്റ്, മെറ്റ്. അതാണ് അവിടെ മെറ്റെന്ന് വന്നേക്കുന്നത്, V3 ഫോമിലാണ് കിടക്കുന്നത് കേട്ടോ. ഹി സെഡ് ഹി ഹാഡ് മെറ്റ് ഹർ ബിഫോർ. അവളെ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞത് റിപ്പോർട്ടഡ് സ്പീച്ചായി. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ് ദർ ഈസ് എനി കണ്ടീഷണൽ ഓർ ഇമാജിനറി സിറ്റുവേഷൻ. എന്തെങ്കിലും ഒരു ഇമാജിനറി സിറ്റുവേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചേനെ. അതൊരു ഇമാജിനറി ആണ് അല്ലേ? എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചേനെ, പക്ഷെ അറിയില്ല, അറിയാത്തതുകൊണ്ട് സഹായിക്കുന്നില്ല. അപ്പോൾ അതൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആയിട്ട് പറയാം. അറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ സഹായിക്കുമായിരുന്നു. ഒരു സ്ട്രേഞ്ചർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത ആളായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സഹായിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 3 തരത്തിലുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. അപ്പോൾ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇവിടെ നമ്മളുടെ ഹാഡാണ് ഹെൽപ്പിംഗ് വേർബായിട്ട്, ഇനി ഫുള്ള് ഹാഡ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റിലൊരു പോസിറ്റീവായിട്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു, ദെൻ നമ്മളുടെ ഹെൽപ്പിംഗ് വേർബായ ഹാഡ് കൊടുക്കുന്നു, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കൊടുക്കുന്നു, V3 ഫോം കൊടുക്കുന്നു, ദെൻ റെസ്റ്റ് ഓഫ് ദ സെൻസ് ഓർ ഒബ്ജക്റ്റ്. ഓക്കെ, അതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ പറഞ്ഞു ഹാഡ് എല്ലാവരുടെയും കൂടെ, ആര് വിളിച്ചാലും കൂടെ പോകുന്ന ആളാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പ്രത്യേകിച്ച് വേറൊന്നും ക്ലാസിഫിക്കേഷനൊന്നും വരുന്നില്ല, കൺഫ്യൂഷനും വരുന്നില്ല.
എക്സാമ്പിൾ നോക്കുക, പോസിറ്റീവാണ്. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. അവിടെയും ടു പാസ്റ്റ് ആക്ഷനാണ് പറഞ്ഞത്. ഡിന്നർ എന്ന് പറയുന്ന ആ ഒരു ഇത് വരുന്നതിന് മുന്നേ ഓൾറെഡി എന്താണ്, അവൾ അവളുടെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. കണ്ടോ, ഷീ ഹാഡ് ഫിനിഷ്ഡ്. ഇവിടെ ഫിനിഷ്ഡ് എന്ന് പറയുന്നത് ആക്ച്വലി V3 ഫോം ഓഫ് ദി വെർബ് ഫിനിഷ്. ഫിനിഷ് എന്ന് പറയുന്ന വെർബിൻ്റെ V3 ഫോമാണ് ഫിനിഷ്ഡ്. ഓക്കെ, അത് റെഗുലർ വെർബാണ്, അതുകൊണ്ടാണ് ED ഫോമിൽ വന്നത്. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുന്നേ അവൾ അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിരുന്നു. ദേ ഹാഡ് ലെഫ്റ്റ് ദ ഹൗസ് when I arrived. അവിടെ രണ്ട് ആക്ഷൻ തന്നെ വരുന്നുണ്ട്. ഞാൻ എത്തുമ്പോൾ അവർ വീട് വിട്ടിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയിരുന്നു അവർ. ഞാൻ എത്തുമ്പോഴത്തേക്കും അവനപ്പോൾ ചിലറില്ലേ, ഞാൻ വീട്ടിലെത്തണേക്കുമ്പ് വീട്ടിൽ വന്ന ഗസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും എന്ന് പറയില്ല. അപ്പോൾ അത് എങ്ങനെയാണ് പറയുക, ദേ ഹാഡ് ലെഫ്റ്റ് ദ ഹൗസ് when I arrived. ഞാൻ എത്തുമ്പോൾ അവർ വീട് വിട്ടിരുന്നു. ആ ലെഫ്റ്റ് എന്നുള്ളത് ലീവ് എന്ന് പറയുന്ന വെർബിൻ്റെ V3 ഫോമാണ് ലെഫ്റ്റ്. ഓക്കെ, ദെൻ we had visited the museum before it closed. അതായത് മ്യൂസിയം അടക്കുന്നതിന് മുന്നേ എന്താണ്, ഞങ്ങൾ മ്യൂസിയം വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ ബിഫോർ ഇറ്റ് ക്ലോസ്ഡ്, അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എന്ന് പറയുന്ന ആ ഒരു ആക്ഷന് മുന്നേ എന്താണ്, നമ്മളത് ഓൾറെഡി വിസിറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ആ രണ്ട് പാസ്റ്റ് ആക്ഷനാണ് അവിടെ കാണിക്കുന്നത്. we had visited the museum before it closed. ഓക്കെ, you had told me the truth earlier. നീ എന്നോട് നേരത്തെ സത്യം പറഞ്ഞിരുന്നു. The train had departed when we got to the station. നമ്മൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് പോയിരുന്നു, ട്രെയിൻ ഓൾറെഡി അവിടെ നിന്ന് പോയിരുന്നു. ഓക്കെ, അതാണ് നമ്മളുടെ അഫർമേറ്റീവ്, ദാറ്റ് ഈസ് പോസിറ്റീവ് സെൻറ്റൻസ് കേട്ടോ. ഇനി നമുക്ക് എന്ത് നോക്കാം, നെഗറ്റീവ് സെൻറ്റൻസ് നോക്കാം. നെഗറ്റീവ് എന്താണ്, നമ്മുടെ സ്ട്രക്ചർ ഓൾറെഡി അറിയാം. സബ്ജക്റ്റ് ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കുക, എന്നിട്ട് ഹാഡ് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഹെൽപ്പിംഗ് വെർബ്, അതിനൊരു മാറ്റമില്ലേ. ഹാഡിൻ്റെ കൂടെ ഇല്ല എന്ന് നെഗേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ആഡ് ചെയ്യണം, നോട്ട് എന്നുകൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഹാഡ് നോട്ട്, ഹാഡ് നോട്ടിനെ പറയാൻ എളുപ്പത്തിൽ നമുക്ക് ഹാഡിൻ്റെ എന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, നോട്ട് ആഡ് ചെയ്യുമ്പം ആ നോട്ട് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാലോ എഴുതിയാലോ പറഞ്ഞാലോ പ്രശ്നമില്ല, സെയിം മീനിങ് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതല്ല, പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഈസി വേ, സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡിൻറ്റ് അല്ലെങ്കിൽ വേറിൻറ്റ്, വാസിൻറ്റ് എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഹാഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്തുകൊണ്ട് ഹാഡിൻ്റെ എന്ന് യൂസ് ചെയ്യാം. ഹാഡ് നോട്ട് അഥവാ ഇനി ഹാഡ് നോട്ടിന് എഴുതിയാലും തെറ്റൊന്നുമില്ല, സെയിം തന്നെയാണ് കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് had not or hadn't plus past participle. ഇവിടെ വെർബിൻ്റെ ഫോം മാറുന്നില്ല, V3 ഫോം തന്നെയാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, she had not finished her homework before dinner. ഡിന്നറിന് മുന്നേ അവൾ എന്ത് ചെയ്തില്ല, അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയില്ല അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തിട്ടില്ല. she hadn't finished her homework before dinner. ഡിന്നറിന് മുന്നേ അവൾ എന്ത് ചെയ്തിട്ടില്ല, അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടേ ഇല്ല. I hadn't met him before the party. പാർട്ടിക്ക് മുമ്പ് ഞാൻ അവനെ കണ്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ടേ ഇല്ല. പാർട്ടിയിൽ ചെന്നപ്പോഴാണ് അവനെ കണ്ടുകൂട്ടിയത്. അതിനു മുന്നേ പാർട്ടിക്കൊന്നും മുമ്പ് എന്ത് ചെയ്തിട്ടില്ല, അവനെ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. അവിടെ മീറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ V3 ഫോമാണ് അവിടെ മെറ്റ് എന്ന് പറയുന്നത്. I hadn't met him before the party. പാർട്ടിക്ക് മുന്നേ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. We hadn't cleaned the room before guests arrived. അതിഥി എത്തുന്നതിന് മുന്നേ, അതായത് അതിഥികൾ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ മുറി വൃത്തിയാക്കിയിരുന്നില്ല. ഓക്കെ, അതിഥി അല്ലെങ്കിൽ ഗസ്റ്റ് വന്നു, പക്ഷെ ഗസ്റ്റ് വന്നേക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരുന്നില്ല, നമ്മളുടെ മുറി ഞങ്ങൾ വൃത്തിയാക്കിയിട്ടേ ഉണ്ടായില്ല. He hadn't left when I came in. ഞാൻ വന്നപ്പോൾ അവൻ പോയിരുന്നില്ല. ഞാൻ വന്നപ്പോൾ അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, ഞാൻ വന്നപ്പോൾ അവൻ പോയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റിൻ്റെ തേർഡ് ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ പാസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഡീൽ ചെയ്തത്. സോ പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട് വരാം. സോ താങ്ക് യു.